എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് കോൺഗ്രസ് LDF എന്നുള്ളത് സംഭവമാണ്. ഇന്ന് ഈ 2020 നേരിടുന്ന മൂന്നാമത്തെ കക്ഷി എന്നത് BJP ആണ്. ഈ BJP പ്രസ്ഥാനത്തെ 3.5 വർഷം കൊണ്ട് ഒരു പൊടിക്കുഞ്ഞിനെ വളർത്തുന്നത് പോലെ വളർത്തിയെടുത്ത് ആര്യങ്കാവിന്റെ മണ്ണിൽ പന്തലപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, ആര്യങ്കാവിന്റെ മണ്ണിൽ നിർത്തിയിരിക്കുന്ന ഈ പന്തലപ്പിന്റെ ഒറ്റ ആണിക്കല്ലായ വികസന നായകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് സലീം ഒറ്റ ഒരാളുടെ സാന്നിധ്യം മാത്രമാണ്. അതിന്റെ കൂടെ പ്രവർത്തിക്കുന്നവർ കൊണ്ടിപ്പോൾ ആ വികസന നായകനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരു നല്ലൊരു വ്യക്തി, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇന്നലെ ചെങ്കോട്ടയിൽ വെച്ചുണ്ടായ അക്രമം, ആ പാവം പിടിച്ച പച്ചയായ മനുഷ്യൻ എന്താണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്? അദ്ദേഹത്തെ വെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി DMKയുടെ ആൾക്കാരെ ഇറക്കി. ഇവിടെയുള്ള ഇടതുപക്ഷക്കാർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. നമ്മുടെ നാട്ടിലിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തെ, ആ പച്ചയായ മനുഷ്യനെ ഈ നാട്ടിലിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. അതിന് വാടക കൊണ്ടേ വിളിച്ചു. തമിഴ്നാടിന്റെ സ്റ്റാലിന്റെ DMK പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ 7 പേര് ചേർന്നിട്ടാണ്. അതിൽ 6 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ തെന്മല CA സഹിതം ഇന്നലെ അവിടെ നേരിട്ട് വന്നു, സംസാരിച്ചു. 6 പേരെ ഇന്ന് 10 മണിക്ക് മുമ്പായിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്.